നമസ്കാരം, ഞാൻ നമിത. രുചികൾ തേടിയുള്ള സംസാരം ടിവിയുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ചാലക്കുടിയിലെ രഘുചേട്ടൻ്റെ കടയിലാണ്. ഇവിടുത്തെ ഇന്നത്തെ റെസിപ്പീസ് ട്രൈ ചെയ്യാനും നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കമോൺ. രഘുചേട്ടൻ്റെ കടയുടെ എല്ലാമായ സ്വന്തം സാരഥി രഘുചേട്ടനാണ് നമ്മൾ കൂടെ ഉള്ളത്. അപ്പോൾ രഘുചേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമോ? പോർക്ക് ഫ്രൈ. പോർക്ക് ഫ്രൈ ഇവിടുത്തെ ഒരു വമ്പൻ ഐറ്റം ആണ്. ഇവിടെ അത്യാവശ്യം ചിലവുള്ളൊരു കറിയാണ്, ആൾക്കാർക്കൊക്കെ താല്പര്യമുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ പ്രിപ്പറേഷൻ? നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ മതി. ഇതെന്നെ മോനാണ് വിഷ്ണു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇവിടുത്തെ മെയിൻ കുക്കിംഗ് ഒക്കെ. വേറെ ഒരു ഓയിൽ എടുക്കില്ല. അത് ഇവിടെ തൊട്ടടുത്തൊരു മില്ലുണ്ട്, ഓയിൽ മില്ല്. അവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടും. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് എല്ലാവരും വെളിച്ചെണ്ണ ചെയ്യാറ്. ഇപ്പോൾ ചൂടായി. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളിയാണ് ആദ്യം. കുറച്ച് നെയ്യ്. ആദ്യമായിട്ട് വെളുത്തുള്ളി നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് അങ്ങനെ മൊരിച്ചെടുക്കുന്നു. വേപ്പില, പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നു. വീട്ടിൽ എത്ര പേർക്ക് അധികം വേണ്ടല്ലോ, വീട്ടിലാകുമ്പോൾ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഡെയിലി ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. കുറച്ചധികം വീട്ടിലേക്കൊന്നും ഇത്ര വേണ്ട. എത്ര കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവ് കൂടും. എല്ലാം എങ്ങനെ ഏകദേശം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റാ? ഏകദേശം ഇപ്പൊ ഇട്ട വെളുത്തുള്ളി അതിപ്പോ ഒരു സ്പൂണല്ല, ഇപ്പൊ ഇത് ഒരു 1/2 കിലോ അടുത്തുണ്ടാവും. 1/2 കിലോ നമുക്ക് കിട്ടില്ലല്ലോ അങ്ങനെ. ഇല്ല, 1/2 കിലോ ഒക്കെ വെളുത്തുള്ളി കിട്ടാൻ നല്ല രസമായിരിക്കും. ഇഞ്ചി കണ്ടില്ലേ, ഇഞ്ചി ഒരു 200 ഗ്രാം ഉണ്ടാവും. അത് അത്ര നമുക്ക് പിന്നെ ആവശ്യം ഇട്ടാൽ മതി. പിന്നെ മുളക് ചതച്ചതാണ്, അത് നാടൻ മുളകാണ്. അത് വളരെ കുറച്ച് പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ എരിവ് കൂടും. മസാല വിഷ്ണു പച്ചമുളക് ചതച്ചിട്ടിട്ടതാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ വൈകി കാരണം ഇത് സവോളയാണ്. ഇതിനകത്ത് സവോളയുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മസാല ശരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന മസാലയാണ്. അതായത് പച്ചമുളക്, ഇഞ്ചി, വേപ്പില വെളിച്ചെണ്ണയിൽ വാട്ടി നേരത്തെ വെച്ചാണ്. ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയാണ് എടുത്തിരിക്കുന്നത്. സവാളയുടെ കൂടെ നമ്മൾ നേരത്തെ സെയിം മിക്സ്ചർ തന്നെയാണ് ഉണ്ടാക്കിയിടുന്നത്. ഓരോ കറികൾക്കും ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കുക, അത്ര കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കേണ്ട പോർക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മസാലയും സെപ്പറേറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം. ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മളിവിടെ പോയി മില്ലിൽ കൊണ്ട് മേടിച്ച് എല്ലാം ഓർഗാനിക് പരിപാടി. ഓർഗാനിക്കാണ്. മല്ലി മുളക് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി അല്ലേ, മഞ്ഞൾപ്പൊടി എല്ലാവരും മേടിച്ച് പൊടിക്കുന്നതാണ്. മില്ലിലത്തെ കൊണ്ടുകൊടുത്ത് പൊടിക്കുന്നതാണ്. പാക്കറ്റ് പൊടിക്കലില്ല. പാക്കറ്റ് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാം ഇവിടെ ചേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് പൊടിച്ച് വാങ്ങിച്ചെടുക്കണത് അല്ലേ. ഇത് റെഡിയുണ്ട്, മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പൊടികളിടും. നമ്മൾ നേരത്തെ തയ്യാറാക്കുന്ന മസാലയിലോട്ട് ഇനി പൊടികൾ ഇടാണ്. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അത് രണ്ടും കൂടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മണകോരല്ലേ, ഒരു മണകോരല്ലേ, മൂത്ത മണം. ആ ഒരു മൂത്ത സ്മെല്ല് കിട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളം നമ്മൾ വേവിച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം കേട്ടോ.
അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടുമായിരിക്കും അല്ലേ അതിൻ്റെ? അരിപ്പൊടി വേണ്ട. സാധാരണ നമ്മൾ പാചകക്കാരനായി കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ആ രംഗത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ അവൻ ചെറുപ്പം തുടങ്ങി, ഞാനിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിൽ ഒരു 10-35 വർഷമായി. കാറ്ററിംഗുകാരോടെയൊക്കെ ആയിരുന്നു. ഈ ഹോട്ടലിൽ ഞാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 20 വർഷമായിട്ടുണ്ട്. അന്നവൻ ചെറുതാണ്, അവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് വയ്ക്കാറ്. പഠിച്ച് അതിലൊരു ഇഷ്ടം തോന്നി ആ രംഗത്തുണ്ട്. പക്ഷെ ആൾക്ക് താല്പര്യമില്ല. അത് പറയാം, ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ചു. വെള്ളം നമുക്ക് ഇതിന് കണ്ടമാനം വേണ്ട, ആവശ്യത്തിന് മതി. ഇതിനകത്ത് ഈ പോർക്ക് വേവിക്കുമ്പോൾ വെള്ളം ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ അതൊന്നും വേണ്ട, കുറേശ്ശെ ഉണ്ടാവും. ഇതിനകത്ത് പോർക്കിന് നമ്മൾ മിക്സ് ചെയ്യണം. നേരത്തെ വേവിച്ച് വെച്ച് എന്നിട്ട് മഞ്ഞപ്പൊടി, ഇതിനകത്ത് ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പ് പാകത്തിനിടും. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കണം, വേവിച്ച് വെക്കും. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വെച്ചാണ്. ഇല്ലല്ല, വേറെ ഒന്നുമില്ല അതിനകത്ത്. അതതിൻ്റെ നെയ്യ് എന്ന് പറയും. കണ്ട അല്ലല്ല, തൊലിപ്പുറം എന്ന് പറയും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മസാലപ്പൊടി, ഗരം മസാല, ഇതും നമ്മളിവിടെ പൊടിച്ച്. ഇത് ചേട്ടന്റെ സ്പെഷ്യൽ മസാല, ഗരം മസാല ഇവിടെ പൊടിച്ച് കണക്കിന് പൊടിച്ച് വയ്ക്കേണ്ടതാണ്. ഇതൊരു കൈക്കണക്കാണ്. അപ്പൊ നെക്സ്റ്റ് എന്തോ മസാല ഇടാൻ പോവാ. ഇത് മസാല അല്ല, നാളികേരം വറുത്ത്. നാളികേരം വറക്കും. വറുത്തിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്താണ്. തേങ്ങ വറുത്ത് പൊടിച്ചെടുക്കുന്ന സാധനം. അതിനകത്ത് വേറെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും തേങ്ങയും എന്താ വറുത്ത് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പണ്ട് നമ്മളുടെ വീടുകളിൽ പണ്ട് വെക്കുന്ന സ്റ്റൈലാണത്. നാടൻ കറി വെക്കുന്നത് എങ്ങനെയാണ്? സാമ്പാറിന് ഇത് അതിനകത്ത് മല്ലിപ്പൊടി മാത്രമല്ല, കായംപൊടി ഉണ്ടാവും, ഉള്ളി ചേർക്കും, വെളുത്തുള്ളിയൊക്കെ ചേർക്കും. സാമ്പാറിന് ഇത് എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ അതിനകത്തൊക്കെ വേറെ കുറച്ച് സാധനങ്ങൾ ചേർക്കണം, പൊടികൾ ചേർക്കണം, കായം ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നാളികേരം മല്ലിപ്പൊടി മിക്സ് ആക്കി വെച്ചേക്കുന്ന ആ ഒരു കൂട്ടുപൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇതിൻ്റെ പണി തീർന്നു എന്ന് പറയാം. പോർക്കിൻ്റെ പരിപാടി ഏകദേശം ഉപ്പും ടേസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഡിഷസ് എന്തൊക്കെയാണ്, സ്പെഷ്യൽസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്? ബീഫ് ഫ്രൈ, ചിക്കൻ. മുമ്പ് ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കനും ബീഫും ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പോർക്കൊക്കെ വന്നത്. ഞാൻ വറുത്തൊരു ഐറ്റംസ്, വറുത്ത മീൻ കൊടുക്കുന്നുണ്ട്. വറുത്ത മീൻകറി അതൊരു സ്പെഷ്യൽ സാധനമാണ് അല്ലേ? അതിപ്പോൾ കുറച്ചാളുള്ളത്, ഏകദേശം ഒരു 5-6 മാസമായിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും ഇളയ കുട്ടിയാണ്. ഇളയ കുട്ടീനെ ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടമായല്ലേ? അത് നമ്മളൊരു ട്രേഡ് റെസിപ്പിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം. അപ്പം ചാലക്കുടി റെഡിയായി, നമ്മൾ പോർക്ക് റെഡിയായി. ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഈ ചാലക്കുടി എത്തിക്കഴിഞ്ഞാൽ രഘുചേട്ടൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അറിയാം. അപ്പോൾ എന്താണ് ഈ പേരിന്റെ രഹസ്യം? ഞാൻ തന്നെ ഒരു ബ്രാൻഡ് ആവാൻ തീരുമാനിച്ചല്ല. അത് ആൾക്കാരിങ്ങനെ രഘുചേട്ടനെ വിളിച്ച് ആ ഒരു പേരായി. കടക്കും ആ പേര് വന്നു. അല്ലെങ്കിൽ അറിയില്ലേ പറഞ്ഞ പോലെ. എൻ്റെ പേര് ഇപ്പോൾ ഇവിടെ എല്ലാവരും അറിയും, കാരണം 10-20 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരായിട്ടുള്ള ബന്ധമുണ്ട്. എൻ്റെ അന്നത്തെ കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഏകദേശം 10-30 വർഷമായിട്ടുണ്ടാവില്ലേ ചേട്ടന്? ഞാൻ ഈ ഹോട്ടലിൽ ഒരു 20 വർഷമായിട്ടുള്ളൂ. ഞാൻ ഈ കാറ്ററിങ്ങിൻ്റെ കൂടെ ഒരു 30 വർഷത്തിലും മേലെയുണ്ട്. കാറ്ററിങ് മേഖലയായിട്ട് കാറ്ററിംഗുകാരുടെ കൂടെ ആയിരുന്നു മുമ്പ്. അപ്പം അങ്ങനെ ഫുഡിനോടുള്ള ഒരു ഇഷ്ടം. അതെ, അപ്പോൾ അതാണ് അതിൻ്റെ. സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എനിക്കൊരു ചമ്മന്തി അരയ്ക്കാൻ അറിയില്ലായിരുന്നു. ഇതിൽ വന്ന് ഇങ്ങനെ കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഞാനൊരു കുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ടേസ്റ്റിംഗ് പരിപാടിയിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തെ ആദ്യത്തെ ആൾ ഞാനാണ്.
ടെസ്റ്റിംഗ് അല്ലേ? ഇല്ല ഇല്ല, എനിക്ക് പേടിയില്ല. ഒരു ഡയറക്റ്റ് നമ്മൾ സാധാരണ കഴിക്കുമ്പം പോർക്കിനൊരു ഡയറക്റ്റ് ഫീൽ ഉണ്ടാവും, പോർക്കാണ്. ഇതൊരു മിക്സ് ആയിട്ടുള്ള ഫ്ലേവറൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള കുറച്ച് എരിവും നല്ല പൊടിക്ക് മേലെ നിൽക്കുന്നുണ്ട്. മസാല കറക്റ്റ് ഫോമിൽ മസാല പിടിച്ചു വെക്കുന്നുണ്ട്. സൂപ്പർ അഡാർ ഐറ്റം അല്ലേ? അപ്പോൾ രുചികൾ തേടിയുള്ള സംസാരം ടിവിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ. ട്രൈ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.